കലോത്സവ വേദിയിൽ വെള്ളിയാഴ്ച മുഴുവൻ താരമായത് സൂരജാണ്. വലുപ്പത്തിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് തെളിയിച്ച് കാണികളെ മുഴുവൻ കയ്യിലെടുക്കാനും അവരുടെ തോളിൽ കയറാനും ഭാഗ്യം ലഭിച്ച കലാകാരനാണ് സൂരജ്. മലപ്പുറം വെട്ടത്തൂർ GHSSലെ +1 വിദ്യാർത്ഥിയായ സൂരജിന്റെ തൊണ്ടയിൽ നിന്ന് വന്ന ശബ്ദങ്ങൾ കേട്ട് കാണികൾ പൊട്ടിച്ചിരിക്കുകയും അത്ഭുതം കൊണ്ട് സ്തബ്ധരാവുകയും ചെയ്തു. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അനന്തം അജ്ഞാതം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇനിയുള്ള കാലം ആർക്കും അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് എനിക്ക് ലഗ്നത്തിൽ വിഘ്നമാണ് കണ്ടുവരുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച എന്ത് കിട്ടിയാലും ആയില്ല എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും. കാര്യം 2 അടി മാത്രമേ ഉയരമുള്ളൂവെങ്കിലും പഠനത്തിലും കലാലോകത്തും സൂരജ് വളരുകയാണ്. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്കിടയിലും വേദനകൾ മറന്ന് മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കാൻ സൂരജ് പഠിച്ചത് അച്ഛനായ മോഹനന്റെ ഉപദേശങ്ങളിൽ നിന്നാണ്. സാമ്പത്തിക ശേഷി നന്നേ കുറഞ്ഞ മോഹനൻ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ്. അമ്മയായ ജ്യോതിലക്ഷ്മി ഇപ്പോൾ വെട്ടത്തൂർ പഞ്ചായത്ത് അംഗമാണ്. ചെറുപ്പം മുതൽ തന്നെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ കൂടെ നിന്നുകൊണ്ട് എല്ലാ പ്രോഗ്രാമിലും നമ്മളൊപ്പം കൂടെ പോകാറുണ്ട്. പിന്നെ നാട്ടിലും തന്നെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടിംഗ് ആണ് അവരെല്ലാം. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ഉണ്ട്. കൊമേഴ്സ് വിഷയം പഠിക്കുന്ന സൂരജിന് കലാരംഗത്ത് സജീവമാകണമെന്ന ആഗ്രഹമാണ് മണ്ണാർക്കാട് കലാസദനിൽ എത്തിച്ചത്. തൃശൂരിൽ നടക്കുന്ന കലോത്സവത്തിൽ അച്ഛനോടും അധ്യാപകനോടുമൊപ്പം എത്തിയപ്പോൾ ആരും ഗൗനിച്ചില്ല. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിമിക്രി മത്സരത്തിൽ സ്റ്റേജിലെത്തിയപ്പോഴാണ് കാണികളും മറ്റ് മത്സരാർത്ഥികളും ഞെട്ടിയത്. എന്നാൽ ആ ഞെട്ടൽ പിന്നീട് കൗതുകത്തിലേക്കും ഹാസ്യാവതരണത്തിന്റെ മികവിൽ പൊട്ടിച്ചിരിയിലേക്കും വഴിമാറി. മിമിക്രിയും മോണോക്ടും അഭിനയവുമൊക്കെയായി സൂരജ് തന്റെ കലാലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൂരജിന്റെ കുടുംബമായിട്ട് എനിക്ക് 2 വർഷത്തെ അടുപ്പാണ്. സൂരജിന്റെ ചേച്ചി ഇതേപോലെ എൻ്റെ സ്റ്റുഡൻ്റാണ്. അവൾ +2 കോമേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാസ്സായി ഇപ്പോൾ ഡിഗ്രിക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമായിട്ടാണ് ഇപ്പോൾ വെട്ടത്തൂർ സ്കൂളിലേക്ക് സൂരജിനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പൊട്ടിച്ചിരിയുടെ അമിട്ടുകൾ പൊട്ടിച്ചും ആളുകളുടെ സ്നേഹമേറ്റുവാങ്ങിയും സൂരജ് സാംസ്കാരിക നഗരിയിൽ നിന്നും നാട്ടിലെത്തുമ്പോൾ A ഗ്രേഡ് വാങ്ങിയ നാടിന്റെ കലാകാരനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാരും സ്കൂൾ അധികൃതരും. എന്തായാലും ശബ്ദാനുകരണ കലയിൽ സൂരജായിരുന്നു ഇത്തവണത്തെ കലോത്സവത്തിലെ താരം. രഞ്ജിത്തൻ നായർ, കേരള വിഷൻ, തൃശൂർ.